രൂപയുടെ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ മാത്രം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് PDP എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന സമ്മേളനം PDP സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷ മൗലവി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഫലസ്തീനുമേൽ കടന്നുകയറ്റം നടത്തുന്ന ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് PDP എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച 4-ന് PO ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം PDP സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷ മൗലവി ഉദ്ഘാടനം ചെയ്യുമെന്ന് PDP ജില്ലാ പ്രസിഡന്റ് സുബൈർ വെട്ടിയാനിക്കൽ, സെക്രട്ടറി മനാഫ് വേണാട്, ട്രഷറർ ഹനീഫ പെരുമ്പാവൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി വെടിനിർത്തലിന് ശേഷവും ഫലസ്തീനുമേൽ ഡ്രോണുകൾ അയച്ചും മറ്റക്രമ സംഭവങ്ങൾ നടത്തിയും കിരാതവാഴ്ചയിൽ ഏർപ്പെടുന്ന ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ചു ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു 17-ാം തീയതി നാളെ വൈകുന്നേരം 4 മണിക്ക് മൂവാറ്റുപുഴയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും PDP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയിൽ പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷ മൗലവി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും പാർട്ടി വൈസ് ചെയർമാനായ TA മുഹമ്മദ് ബിലാൽ, പാർട്ടി സംഘടനാകാര്യ സെക്രട്ടറി VM അലിയാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് റജീബ്, മജീദ് ചേർപ്പ്, മറ്റ് ജില്ലാ ഭാരവാഹികൾ, അതുകൂടാതെ LDFൻ്റെ ജില്ലാ കൺവീനർ ശ്രീ ജോർജ് ഇടപ്പരത്തി, CITU ജില്ലാ സെക്രട്ടറി ശ്രീ PR മുരളി, NCP ജില്ലാ പ്രസിഡന്റ് ശ്രീ TP അബ്ദുൽ അസീസ്, നാഷണൽ ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി മനാഫ് യാസർ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയാണ്. ഇന്നലെ കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്രീ ബെന്നി ബെഹനാൻ MP നയിക്കുന്ന യാത്ര ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടൗണിലുടനീളം നിങ്ങൾക്കൊക്കെ അറിയുന്നതുപോലെ പ്രചരണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്ന് രാവിലെ ഞങ്ങളുടെ പതാക കിട്ടുന്ന സമയത്താണ് ആ ഫ്ലാഗുകളൊക്കെ അവരുടെ പാർട്ടി പ്രവർത്തകർ നീക്കം ചെയ്തിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇതേപോലെ തന്നെ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ 3 മതവിഭാഗങ്ങളുടെ വിശ്വാസപരമായ അടിത്തറയാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതും വിശ്വാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഇസ്രായേൽ ശ്രമമാണ്. ഈ ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാടാണ് നമ്മുടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഭരണസമിതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. TA മുഹമ്മദ് ബിലാൽ, VM അലിയാർ, മുഹമ്മദ് റജീബ് തുടങ്ങി വിവിധ മത, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.